അസർ നിസ്കാര ശേഷം ഒരു 10 തവണ ആയത്തുൽ കുർസി ഓതാൻ ഒരാൾക്ക് അവസരം ലഭിച്ചാൽ അയാൾ ചില്ലറ ഭാഗ്യവാനൊന്നുമല്ല. കിട്ടുന്ന 10 വമ്പൻ നേട്ടങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. സുബ്ഹാന ജല്ല ജലാലു ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും അസറിന് ശേഷം ഈ ഒരു ആയത്ത് നമ്മൾ ഓതാതെ കടന്നു പോകൂല. അത്ര ശ്രേഷ്ഠതയുള്ള ഫളിൽ ലഭിക്കുന്ന, മഹത്വം ലഭിക്കുന്ന, അനുഗ്രഹം കിട്ടുന്ന, പോരിശകൾ കിട്ടുന്ന, പറയാൻ വാക്കുകൾക്കതീതമായ മഹത്തായ ഒരു സൽക്കർമ്മമാണ് അസറിന് ശേഷമുള്ള ആയത്തുൽ കുർസി. ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണെന്ന് കേട്ടു നോക്കാം. ജീവിതത്തിൽ പകർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വീഡിയോ മുഴുവൻ കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളിലും പരിഹാരം നൽകട്ടെ, എല്ലാ വിഷമങ്ങളെയും തീർത്ത് സന്തോഷം നൽകട്ടെ. ദുആ വസിയത്ത് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ, സ്ഥിരമായി നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ഉസ്താദെ എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കാറുണ്ട് എന്ന് പലപ്പോഴും വിളിച്ച് നമ്മളോട് സന്തോഷം പറയുന്നവർ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. പലരും പേഴ്സണലായിട്ടൊക്കെ ഒരുപാട് മെസ്സേജ് അയച്ചവരുണ്ട്, പലർക്കും റീപ്ലൈ കൊടുത്തു വരുന്നതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും മറുപടി നൽകുകയും അതുപോലെ തന്നെ പറ്റുന്നത് പോലെയുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ആരും വിഷമം വിചാരിക്കരുത്, സമയക്കുറവ് കൊണ്ടാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും അറുതി നൽകി അനുഗ്രഹിക്കട്ടെ. 10 വമ്പൻ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു മഹത്തായ സൽക്കർമ്മം ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, അസർ നിസ്കാര ശേഷം ഒരു 10 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് അയാളെ വിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏറ്റവും നല്ല, ഏറ്റവും വലിയ ഭാഗ്യവതിയായ പെണ്ണ്. ചൊല്ലുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്കൊരു വാക്ക് പറയാൻ നമുക്കില്ല. കാരണം എന്താണെന്നറിയോ, 10ഓളം വരുന്ന വമ്പൻ നേട്ടങ്ങളാണ്. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും മുഴുവൻ വിഷയങ്ങളും ഈ 10 കാര്യങ്ങളിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ വളരെ എളുപ്പത്തിൽ അതൊന്ന് പറഞ്ഞുതരാം. എന്താണ് അസറിന് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്ന നേട്ടം? ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുണ്ട്. അത് കേൾക്കാത്തവർ ഒന്ന് കേട്ട് നോക്കിയാൽ ഇൻഷാ അല്ലാഹ് അറിയാം ആയത്തുൽ കുർസി എന്താണെന്നുള്ളത്, ആയത്തുൽ കുർസിയുടെ പവർ എന്താണെന്നുള്ളത്. ഇനി ആയത്തുൽ കുർസിയെ എല്ലാ ദിവസവും അസർ നിസ്കരിച്ച ശേഷം നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങി നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്റുകളും അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഒരു തവണ ഓതൽ എന്തുണ്ട്, സുന്നത്തുണ്ടല്ലോ. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു തവണ ആയത്തുൽ കുർസി എല്ലാ നിസ്കാരത്തിന് ശേഷം ഓതൽ സുന്നത്തുണ്ട് ഇല്ലേ? അതും ഓതിയതിന് ശേഷം ഒരു 10 തവണ എക്സ്ട്രാ എന്ത് ചെയ്യുക, ആയത്തുൽ കുർസി എല്ലാ അസർ നിസ്കാര ശേഷം ഓതാൻ ഒരാൾക്ക് അവസരം കിട്ടി, അയാൾ ടോപ്പാണ്, അയാൾ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം തന്നെ മഹത്തുക്കൾ എണ്ണി പറയുന്നത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും കാണാം. എന്ത്? തൗബത്തുൻ ഖബലൽ മൗത്തി, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെടൂല എന്ന. നമ്മുടെ ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്യുന്ന ആളുകളല്ലേ, കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകാലുകളെ കൊണ്ടും തുടങ്ങി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എണ്ണാൻ നിന്നാൽ അതിന് ചിലപ്പോൾ കണക്കുണ്ടാവില്ല. അത്രത്തോളം തെറ്റുകൾ ചെറുതും വലുതുമായൊക്കെ ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ വൻ പാപങ്ങളൊന്നും ചെയ്തില്ല എങ്കിലും ചെറിയ 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 തെറ്റുകളെ കൊണ്ട് ജീവിതം മോശമായവരാണ്. ചിലർ വലിയ പാപങ്ങൾ ചെയ്യുന്നവരാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി തെറ്റുകൾ ചെയ്യുന്നവർ, നമ്മൾ പോലും അറിയാതെ തെറ്റ് സംഭവിക്കുന്നവർ അല്ലേ, മറ്റുള്ളവരെ പറ്റിയുള്ള മോശത്തരങ്ങൾ കൽബിൽ കൊണ്ടിങ്ങനെ തെറ്റ് സംഭവിക്കുന്നവർ. ഇതൊക്കെ പൊറുപ്പിക്കാൻ എന്തെങ്കിലും വേണ്ടേ? നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് റബ്ബിനോട് പറഞ്ഞ് മാപ്പിരക്കണ്ടേ? എന്നാൽ നമ്മുടെ മരണം എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഈ അസറിന് ശേഷമുള്ള ഈ ആയത്തുൽ കുർസി പാരായണം ഒഴിവാക്കരുത്. കാരണം എന്താ അറിയോ, മരിക്കുന്നതിന് മുമ്പ് നമ്മൾ തൗബ ചെയ്തിട്ടല്ലാതെ മരിക്കൂല. റബ്ബിനോട് നമ്മളുടെ പാപങ്ങൾ മുഴുവൻ പറഞ്ഞ് തൗബ ചെയ്ത് അത്തായിബു കമല്ലാ ദംബലഹു എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? തൗബ ചെയ്ത് മടങ്ങിയവൻ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ്. അപ്പോൾ തൗബ ചെയ്ത് മടങ്ങിയ ആൾ റബ്ബിലേക്ക് അടുക്കുന്നത് ഒരു പാപവും ചെയ്യാത്ത പാപസുരക്ഷിതരായിട്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഒന്നാമത്തെ നേട്ടം അതാണ്. രണ്ടാമത് അവർക്ക് കിട്ടുന്ന നേട്ടം എന്താ അറിയോ? ബറക്കത്തും ഫി റിസ്ഖിഹി. അവർ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് അള്ളാഹു കൊടുത്ത റിസ്ഖിൽ അള്ളാഹു വിശാലത ചെയ്തു കൊടുക്കും, ബറക്കത്ത് അങ്ങോട്ട് കൊടുക്കും. അതായത് ഭക്ഷണത്തിൽ മുട്ടേണ്ടി വരില്ല. അതുപോലെ സമ്പത്തിൻ്റെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, വീടിൻ്റെ വിഷയത്തിൽ, വാഹനങ്ങളുടെ വിഷയത്തിൽ, സ്ഥാനമാനങ്ങളുടെ വിഷയത്തിൽ തുടങ്ങി അയാളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംഗതികളുണ്ടോ അതിലൊന്നും ഒരു ഞെരുക്കവും ഒരു മുട്ടലും ഉണ്ടാവില്ല. അള്ളാഹു ബറക്കത്ത് അങ്ങോട്ട് വാരിക്കൊടുക്കും, ബറക്കത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കും. രണ്ടാമത്തെ നേട്ടം അതാണ്. മൂന്നാമത്തെ കാണാം സലാമത്തും ഫി ബദനിഹി. അയാളുടെ ശരീരത്തിന് അള്ളാഹു സലാമത്ത് നൽകും. അതായത് സകല രോഗങ്ങളെ തൊട്ടും അള്ളാഹു അയാൾക്ക് ഷിഫാ നൽകും. എന്തൊക്കെ രോഗങ്ങൾ ശരീരത്തിലുണ്ടോ ആ രോഗങ്ങൾ മുഴുവൻ മാറിയിട്ട് ശരീരത്തിന് ആഫിയത്ത്, ആരോഗ്യം, സിഹത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കും. അതല്ലേ നമുക്ക് വേണ്ടത് അല്ലേ? നമുക്ക് കുറേ സമ്പാദ്യം ഇങ്ങനെ വാരിക്കൂട്ടിയിട്ട് ശരീരത്തിന് ആവതില്ലെങ്കിൽ എന്തിനുള്ള
അല്ലേ? എന്തും വാങ്ങിക്കഴിക്കാനുള്ള പ്രാപ്തിയുള്ള ഒരാൾ, പക്ഷേ അയാൾക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഒന്നും കഴിക്കാൻ വയ്യ. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. മറിച്ച് ശരീരത്തിന് ആരോഗ്യം നിലനിന്ന് കിട്ടി, അതോടൊപ്പം സമ്പത്തും അള്ളാഹു നൽകിയാൽ റാഹത്തല്ലേ ജീവിതം, ദുനിയാവ് രക്ഷപ്പെട്ടില്ലേ, ഇനി ബാക്കി ആഖിറത്ത് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ സമ്പാദ്യം അള്ളാഹു നൽകും, അതോടൊപ്പം തന്നെ അയാളുടെ ശരീരത്തിന് ആഫിയത്ത് നിലനിർത്തി കൊടുക്കും. നാലാമത്തത് മഹബ്ബത്തുൻ ഫി ഖുലൂബിൽ മുഅ്മിൻ, നമ്മുടെ കൂടെയുള്ള ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഖൽബിൽ നമ്മെപ്പറ്റി മഹബ്ബത്ത് നൽകും. ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ, അയൽവാസികളാകട്ടെ, കുടുംബാദികളാകട്ടെ, കൂട്ടുകാരാകട്ടെ, അത് ആരും ആയിക്കൊള്ളട്ടെ, മുഅ്മിനീങ്ങൾക്ക് നമ്മോട് ഒരു സ്നേഹം കൽബിലിട്ട് കൊടുക്കും. അവർക്ക് അള്ളാഹു ഇങ്ങനെ ഇട്ട് കൊടുക്കും, നമ്മോടൊരു മഹബ്ബത്ത്. അങ്ങനെ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയോ? മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് വേണ്ടി 4 മുഅ്മിനീങ്ങളായ ആളുകൾ വെറും 4 അവർ പറയുന്നത് നല്ല മനുഷ്യനായിരുന്നു, നല്ല ആളായിരുന്നു എന്നൊന്ന് മനസ്സിൽ കരുതിയാൽ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ആ വ്യക്തി അള്ളാഹു നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്ന്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെപ്പറ്റി ആരെങ്കിലും ഒരു 4 ആൾ നല്ലത് പറഞ്ഞാൽ എന്നെ നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുന്നതാണ്. ഒരു മുഅ്മിനാവണം എന്നുള്ള പറഞ്ഞ ആൾ, ഈ മരിച്ച ആൾ മുഅ്മിനാവണം, അത്രേ ഉള്ളൂ. അപ്പോൾ മുഅ്മിനീങ്ങളുടെ കൽബിൽ നമ്മെപ്പറ്റി നല്ല ഒരു സ്നേഹം, ഒരു മഹബ്ബത്ത് ഇട്ട് കൊടുക്കും. നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അള്ളാഹു അത്തരത്തിൽ നല്ല മുഅ്മിനീങ്ങളുടെ കൽബിൽ നമ്മോട് നല്ല മഹബ്ബത്തുള്ളവരാക്കി തരട്ടെ, ഇല്ലേ? 4ാമത് കിട്ടുന്ന നേട്ടം. 5ാമത് കാണാം യഖീനുൻ ബിലാ ശക്കിൻ, അയാളുടെ കൽബിൽ ഈമാനിന് ഒരു ശക്കും, ഒരു സംശയം ഉണ്ടാവില്ല. നമ്മുടെ ഈമാൻ ഏത് സമയത്തും തെറിച്ചു പോകാവുന്ന ഒരു സംഗതിയാണ്, അല്ലേ? അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ എന്ന്, ഇല്ല, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ, ഈമാനുള്ളവരായിട്ടല്ലാതെ മരിക്കല്ലേ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അത്ര ഗൗരവമുള്ളത്. കാരണം ഇത് വിളിച്ചു പറയുന്ന ആരുടെ? യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു ഈ ആയത്ത് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തി, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പറഞ്ഞിട്ട് വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. അതായത് ഇപ്പം ഈമാനുണ്ട്, ഓക്കെ, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പാകപ്പിഴവ് കാരണം ചിലപ്പോൾ ഈമാൻ അങ്ങോട്ട് എടുത്തു കളഞ്ഞേക്കാം. ആ ഈമാൻ ചിലപ്പോൾ സംശയം തോന്നിയിട്ട് ഇപ്പം നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ്, ചിലപ്പോൾ ബിദ്അത്തിലേക്ക് കടന്നു പോയേക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഇത് ആയത്തുൽ കുർസി പതിവാക്കുന്ന ആളുടെ കൽബിൽ ഒരു സംശയവും ഇടാതെ അള്ളാഹു ഈമാൻ അങ്ങ് ഉറപ്പിച്ചു കൊടുക്കും. ഈമാൻ ഉറച്ചു കിട്ടിയ അയാൾ രക്ഷപ്പെട്ടു. ദുനിയാവ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു. അതാണ് ഈമാൻ്റെ പവർ. അതാണ് നമുക്ക് ഈമാനില്ലാതെ എല്ലാ കാര്യവും കിട്ടി. ഒരാൾക്ക് എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, മക്കളുണ്ട്, വലിയ ബംഗ്ലാവുണ്ട്, തുടങ്ങി അയാൾക്ക് ദുനിയാവിൽ വേണ്ടതെല്ലാം ഉണ്ട്. പക്ഷേ ഈമാനില്ല. എന്നാൽ ഈ കിട്ടിയത് കൊണ്ടൊന്നും ഒരു നേട്ടമില്ല. നേരെ തിരിച്ചാണെങ്കിലോ ഒന്നുമില്ല. ഇവിടെ ദുനിയാവിലൊന്നും അയാൾക്കില്ല. പാപ്പരാണ്, ഫക്കീറാണ്, മിസ്കീനാണ്. പക്ഷേ ഈമാനിന് ഒരു കുഴപ്പമില്ല. ഈമാൻ ടോപ്പാണ്. എന്നാൽ അയാൾക്ക് ഈ കിട്ടുന്ന ദുനിയാവിനേക്കാളൊക്കെ ഏറ്റവും പവറുള്ളത് ആ ഈമാൻ തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുക്കുന്ന 5ാമത്തെ നേട്ടം അള്ളാഹു യഖീൻ ഇട്ട് കൊടുക്കും എന്നുള്ള. 6ാമത്തത് ഖുറൂജു റൂഹിഹി മഅ ഷഹാദ, ആ വ്യക്തി മരിക്കുന്ന സമയത്ത്, ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അവസരം കിട്ടുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് കലിമയോടുകൂടി മരിക്കാൻ അവസരം കിട്ടുക, അതൊരു ഭാഗ്യമല്ലേ? അതിൻ്റെ ഭാഗ്യത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ, ഒരാളുടെ അവസാന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാ ആണെങ്കിൽ അയാൾ സ്വർഗാവകാശിയാണെന്ന് മുത്ത് നബി തങ്ങൾ പറഞ്ഞു. മൻകാന ആഖിറു കലാമിഹി ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന, ഹബീബായ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ അവസാനം പറഞ്ഞ വാക്ക്, ഏറ്റവും ലാസ്റ്റ് അയാളുടെ മരിക്കുന്നതിന് മുമ്പുള്ള വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാണ് എങ്കിൽ അയാൾ സ്വർഗത്തിലാണ് എന്ന് മുത്ത് നബി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അള്ളാഹു അത്തരത്തിൽ നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ഇല്ലേ? അതിനെന്ത് വേണം? എല്ലാ അസറിന് ഷഹാദത്തുൽ കുർസി ഓതിക്കോളി, ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആ ഭാഗ്യം നൽകും. അവസാനം ഷഹാദത്ത് കലിമയോട് കൂടിയിട്ട് പോകാൻ പറ്റും. ചില ആളുകൾക്കൊരു സംശയം ഉണ്ട് ആ വിഷയത്തിൽ. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങോട്ട് പറയണോ? അങ്ങനെ പറഞ്ഞാലേ എന്താവുള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയല്ല. നമ്മൾ മരിക്കുന്നതിന് മുമ്പുള്ള സംസാരം, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പദമാണ് എങ്കിൽ ആ പദം മതി എന്ത് ചെയ്യാൻ? നമുക്ക് സ്വർഗത്തിൽ കിടക്കാം. അതിന് ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ ഒരു വ്യക്തി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, കോമയിലായി. അങ്ങനെ ഉണ്ടല്ലോ, സംഭവിക്കാമല്ലോ. കോമയിലേക്ക് പോയി. ആ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം അവസാനമായി പറഞ്ഞു നിർത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പദമാണ്. ആ പദം പറഞ്ഞതിന് ശേഷം അയാൾ വേറെ ഒന്നും മിണ്ടിയിട്ടില്ല. പെട്ടെന്ന് ആക്സിഡൻ്റായി അയാൾ കോമയിലേക്ക് പോയി. പിന്നീട് കുറേ വർഷക്കാലം കോമയിൽ കിടന്നു, ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അങ്ങനെ കോമയിലായിട്ട് കിടന്നു അയാൾ മരണപ്പെട്ടു. എന്നാലും അയാളുടെ അവസാനത്തെ കലിമത്ത് എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാലും കുറേ വർഷം അയാൾ മിണ്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അവസാന കലിമത്ത് അവസാനം പറഞ്ഞു വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ആയാൽ മതി. അതുകൊണ്ടാണ് ഉറങ്ങുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ, ആ ഉറക്കത്തിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി മരിച്ചവനാവും.
അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇല്ലേ. മരിക്കുന്നതിന് മുമ്പ് അവസാനം ആ കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എപ്പോഴും നമ്മൾ ദുആ ഇറക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അത് അള്ളാഹു നൽകുന്ന 6ാമത്തെ നേട്ടം. ഇനി 7ാമതായി കാണാം, അയാൾ ഇപ്പോൾ ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടി. ദുനിയാവിൽ അവസാനം യാത്ര പറയുന്നതും റാഹത്തോടുകൂടി യാത്ര പറയാനുള്ള അവസരം കിട്ടി. ഇനി ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, യുവസ്യഉല്ലാഹു ഫി ഖുബൂരിഹി, ആ വ്യക്തിയുടെ ഖബറിൽ അള്ളാഹു വിശാലത ചെയ്തു കൊടുക്കും. കണ്ണെത്താ ദൂരം വിശാലമാക്കപ്പെടുക എന്നുണ്ടല്ലോ, കണ്ണെത്താ ദൂരം വിശാലത കിട്ടുക എന്നുള്ളത്. അള്ളാഹു ഈ വ്യക്തിയുടെ ഖബർ വിശാലമാക്കി കൊടുക്കും. അതിനെത്രയെന്ന് കണക്കൊന്നുമില്ല. അദ്ദേഹം നോക്കുന്നിടം മുഴുവൻ വിശാലമായ തോട്ടങ്ങളും അതുപോലെ തന്നെ വിശാലമായ അനുഭൂതികളുടെ കേന്ദ്രങ്ങളുമാക്കി അള്ളാഹു കൊടുക്കും. അതിനെത്ര സ്ക്വയർ ഫീറ്റ് വിസ്തീർണം ഉണ്ടെന്നോ എത്ര വിശാലതയുണ്ടോ ഏക്കർ കണക്കുണ്ടോന്നോ അതൊന്നും ചർച്ചയില്ല. എവിടൊക്കെ നോക്കുന്നുണ്ടോ അവിടെ ഇങ്ങനെ വിശാലമാക്കി കൊടുക്കും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ സ്വൈരി വിഹാരം നടത്താനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കും. അതാണ് യുവസ്യു അള്ളാഹു ഫി ഖുബൂരിഹി, അവരുടെ ഖബറുകളെ അള്ളാഹു അങ്ങോട്ട് വിശാലമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഖബറിൻ്റെ വിഷയം വലിയ ഗൗരവമുള്ളതാണ്. ഖബർ ഭയങ്കര പ്രയാസമുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഒരു 6 അടി മണ്ണ് അതിലൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന്. ആ 6 അടി മണ്ണ് നമുക്ക് സ്വർഗമായി കിട്ടാതെ യാതൊരു രക്ഷയുമില്ല. അവിടെ സ്വർഗമായിട്ടില്ല എങ്കിൽ നമ്മളുടെ കാര്യം വലിയ കഷ്ടമാണ്. കട്ടപ്പോകാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനേക്കാൾ കഷ്ടമാണ്, ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞിരുന്നത് അല്ലേ. മുത്തുനബി തങ്ങളും അതന്നെ പറഞ്ഞത്, ഖബർ കാണുമ്പോൾ നിങ്ങൾക്ക് കരയാൻ പറ്റുമെങ്കിൽ, ഖബർ കണ്ടാൽ കരഞ്ഞാൽ ആ ഖബറിൽ ചിലപ്പോൾ ഇളവ് കിട്ടിയേക്കാമെന്ന്. ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് എല്ലാവരെയും ഒന്ന് ഞെരുക്കും ഖബർ, ഒന്ന് പിടിച്ചു നമ്മൾ പറയാം ആലിംഗനം ചെയ്യുക. അത് 2 തരത്തിലുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾ, നല്ല ആളുകളാണെങ്കിൽ ആ ആലിംഗനം അവർക്ക് വലിയ പ്രയാസം തോന്നൂല, എന്നാലും അവരുടെ ശരീരം വല്ലാതെ ഞെരുങ്ങിപ്പോവും. എന്നാൽ ദോഷികളാണെങ്കിൽ, ദുർമാർഗികളാണെങ്കിൽ, അല്ലാഹു കാക്കട്ടെ, ആ ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഖബർ പിടിച്ച് ഞെരുക്കുന്ന ഞെരുക്കത്തിൽ വാരിയെല്ലുകൾ പരസ്പരം കോർത്തു പോകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വാരിയെല്ലുകൾ പരസ്പരം മുത്തുനബി തങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നു. 2 വാരിയെല്ലുകൾ ഇങ്ങനെ കോർത്തു പോകുമെന്ന്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അല്ലേ. അത്രത്തോളം ഭീതി നിറഞ്ഞ ഇരുളടഞ്ഞ, എന്താണ് സുബ്ഹാന റബ്ബി, ഇരുളിനാൽ പെയിന്റ് ഇട്ടതാ എന്ന് മഹാനായ തഴവോസ്താദ് പാടിയത്. അതിന്റെ ഉള്ളു മുഴുവൻ ഇരുളാണ്. അവിടേക്ക് വെളിച്ചം വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെക്കണം. പരിശുദ്ധമായ സൂറത്തുൽ ആയത്തുൽ കുർസി നമ്മൾ എന്ത് ചെയ്യുക, പാരായണം ചെയ്തു വെക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഖബർ വിശാലമാക്കി തരട്ടെ. 8ാമതായി അവർക്ക് കിട്ടുന്ന നേട്ടമെന്താ? ഇനി മഹ്ശറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരിടേണ്ട വലിയൊരു വിഷയമാണ് കിതാബ് വാങ്ങുക എന്നുള്ളത്. നമ്മൾ ചെയ്തു കൂട്ടിയ മുഴുവൻ നന്മകളുടെയും തിന്മകളുടെയും കിതാബുകൾ എഴുതിയത് നമ്മളുടെ കയ്യിലേക്ക് നൽകും. അതങ്ങോട്ട് തന്നിട്ട് പറയും, ഇഖ്റ കിതാബക്, നിന്റെ കിതാബ് നീ ഒന്ന് വായിക്കണം. ഈ കിതാബ് ഒന്ന് വായിക്കാൻ പറയും. നമ്മൾ ചെയ്തത് മുഴുവൻ ഇങ്ങനെ എണ്ണി വായിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കണം. അള്ളാഹുവേ, നന്മകൾ മാത്രം വായിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അള്ളാഹ്, തിന്മകളൊക്കെ ഞങ്ങളിൽ നിന്ന് മായ്ച്ചു കളയണേ. റഹ്മാനെ, മരിക്കുന്നതിന് മുമ്പ് ആ തിന്മകൾ മുഴുവൻ പറഞ്ഞ് ഞങ്ങൾക്കൊന്ന് തൗബ ചെയ്ത് കരഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങി നിന്റെ അടുക്കലേക്ക് വരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആത്മാർത്ഥമായി നിങ്ങളൊക്കെ ആമീൻ പറയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ കിതാബ് 2 രൂപത്തിൽ കിട്ടും. 2 രൂപത്തിലാണ് കിതാബ് കൊടുക്കുക. ഒന്ന്, വലത് കൈ കൊണ്ട് വാങ്ങാൻ അവസരം ലഭിച്ചവർ ഇങ്ങനെ മാന്യമായിട്ട് റാഹത്തായിട്ടാ തരി, എൻ്റെ കിതാബ് എനിക്ക് താ എന്ന് പറഞ്ഞിങ്ങനെ വാങ്ങുക. 2ാമത്തെ വിഭാഗം പിന്നിലൂടെ ആർക്കും കാണാതെ, എൻ്റെ കിതാബ് വാങ്ങുന്നത് ആരും കാണണ്ട, എൻ്റെ കിതാബ് വായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന രൂപത്തിൽ ആരും കാണാതെ പിൻഭാഗത്തിലൂടെ വാങ്ങുന്ന ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലത് കൈ കൊണ്ട് വാങ്ങാൻ അള്ളാഹു അവസരം നൽകട്ടെ. യുഅ്തില്ലാഹു കിതാബഹു ഫി യമീനിഹി. 8ാമതായി അവർക്ക് കിട്ടുന്ന നേട്ടം, അള്ളാഹു അവരുടെ ഗ്രന്ഥത്തെ, കിതാബിനെ വലത് കൈയിൽ കൊടുക്കുന്നതാണ് എന്ന്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ചേർക്കുക. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. വലത് കൈയിൽ കിതാബ് കിട്ടുക, എന്നിട്ട് വായിച്ചാലോ അതിൽ നന്മകൾ ഉണ്ടാവും. ഈ ആയത്തുൽ കുർസിയൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ ഇല്ലേ. അപ്പോൾ അവർക്ക് കിട്ടുന്ന 8ാമത്തെ നേട്ടം അതാണ്. ഇനി 9ാമത്തെ നേട്ടം അവർക്ക് കിട്ടുന്ന എന്താ? യമുറു അല സിറാത്തി താഇറാ. സുബ്ഹാനല്ലാഹ്. ഇനി അത് കഴിഞ്ഞ് ഈ കിതാബ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത കടമ്പ എന്താ? സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള കടമ്പ സിറാത്ത് പാലമാണ് ഇല്ലേ. സിറാത്ത് കടക്കാതെ ഒരാളും സ്വർഗത്തിലെത്തൂല. സിറാത്ത് കടക്കാതെ ഒരാൾക്കും രക്ഷയില്ല. സിറാത്ത് എല്ലാവരും കടക്കണം. ആ ചില ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യും, മിന്നലടിച്ച പോലെ അങ്ങോട്ട് പോകും, ഒറ്റപ്പോക്ക്, കാണൂല. എങ്ങനെ അവിടെ ആരാ എന്താ ഒന്നും കാണൂല, അങ്ങോട്ട് പോകും ഒറ്റപ്പോക്ക്. ചില ആളുകളുണ്ട് കാറ്റടിക്കുന്ന വേഗതയിൽ പോകും. അള്ളാഹു നമുക്ക് ആ കൂട്ടത്തിലെങ്ങാണ് ഒരു അവസരം നൽകി അനുഗ്രഹിക്കട്ടില്ലേ. ചില ആളുകളുണ്ട് ഓടിപ്പോവുക, കുതിരയുടെ സ്പീഡിൽ പോകുന്നവരുണ്ട്. നല്ലൊരു യുവാവ് ഓടിപ്പോകുന്ന സ്പീഡിൽ പോകും. ചില ആളുകൾ നടന്നു പോകും. ചില ആളുകൾ എന്ത് ചെയ്യും, നടന്നില്ലെങ്കിൽ ഒന്ന് വേച്ച് കൂനിയൊക്കെ എന്ത് ചെയ്യും, ഈ വയസ്സന്മാരായ ആൾ, വൃദ്ധന്മാരായ ആളുകൾ പോകുന്ന പോലെ പോകും. ചില ആളുകൾ നിരങ്ങി പോകും. ചില അവസാനം വരും നിരങ്ങി ചില ആളുകൾ. അവരെ എന്ത് ചെയ്യും, ഈ നരകത്തിൻ്റെ കൊളുത്തുകളെ കൊണ്ട് വലിച്ച് നരകത്തിലേക്ക് ഇടും. അത്തരത്തിൽ അള്ളാഹു പെടുത്താതിരിക്കുമാറാകട്ടെ.
അല്ലേ? നടന്നു പോകുന്നവരിലെങ്കിലും അള്ളാഹു നമ്മെ പെടുത്തി ആ നരകം കടന്ന് സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു അവസരം നൽകട്ടെ. എന്നാൽ ആയത്തുൽ കുർസി നിരന്തരം പാരായണം ചെയ്യുന്നവരാണ് എങ്കിൽ, ഇങ്ങനെ 10 തവണ അസറിന് ശേഷം പാരായണം ചെയ്താൽ അവർ പോകുന്നത് യമുറു അല സിറാത്തി തായിറ, പക്ഷികൾ പറന്നു പോകുന്നത് പോലെ എന്ത് ചെയ്യും? ഇങ്ങനെ അവർ റാഹത്തായിട്ട് അങ്ങോട്ട് പോകും. പക്ഷികൾ പറന്നു പോകുന്നത് പോലെ പോകും എന്ന് പറയാൻ കാരണം, നടന്നു പോകുമ്പോഴല്ലേ എന്ത് ചെയ്യുന്നത്? തെന്നി വീഴുമോ എന്ന് പേടിക്കേണ്ടത്. പക്ഷികൾ ചിറകുമേൽ ഇങ്ങനെ പോകുന്നതാണ്. അവർക്ക് തെന്നി വീഴുമെന്നുള്ള പേടി വേണ്ട. എന്ത് ചെയ്യുക? അതായത് സിറാത്തുപാലം തെന്നി വീഴുമെന്നുള്ള പേടിയില്ലാതെ റാഹത്തായി പാറി 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 എന്ത് ചെയ്യും? പോവാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അടുത്തതായി 10ാമതായി കിട്ടുന്ന നേട്ടം എന്താ? അള്ളാഹു കൊടുക്കുന്ന വലിയ നേട്ടം, യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന നേട്ടം ഹിസാബില്ലാതെ, ഒരു വിചാരണയും കൂടാതെ സ്വർഗത്തിലേക്ക് അള്ളാഹു കടത്തിവിടും. ഈ 10ാമത്തെ നേട്ടവും നമുക്ക് അള്ളാഹു നൽകട്ടെ. ഇല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് ആയത്തുൽ കുർസിയുടെ പവർ. ആയത്തുൽ കുർസി അത്ര മഹത്വമുള്ള ആയത്താണ്. 70,000 മലക്കുകളല്ലേ ഇറക്കിക്കൊണ്ട് വന്നത്. ആയത്തുൽ കുർസി അത്ര പവറുള്ളത് കൊണ്ടല്ലേ. ഈ 10ാമത് കിട്ടുന്ന ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയുക, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാം. നമ്മളിപ്പോൾ എത്ര നന്മ ചെയ്തവരാണെങ്കിലും ശരി, ഹിസാബ് ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ച പെട്ടുപോകും. ആയിഷ ബീവി ഒരിക്കൽ ചോദിക്കുക, നബിയെ എന്തിനാണ് ഇങ്ങനെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കണമെന്ന് നബി ഞങ്ങളെ ഇങ്ങനെ ദ്വാരക്കുന്നതെന്ന്? നമ്മളിപ്പോൾ നന്മകൾ ചെയ്യുന്നുണ്ട്, തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇല്ലേ? അള്ള പറഞ്ഞത് ചെയ്യുന്നുണ്ട്, ചെയ്യണ്ട എന്ന് പറഞ്ഞത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അള്ള പറഞ്ഞത് ചെയ്യുന്നത് നമ്മളെ ഹിസാബ് ചെയ്താൽ ഇപ്പം എന്താ കുഴപ്പം? മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ആ പുന്നാര നബിതങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്തി തരട്ടെ. മുത്തനബിതങ്ങൾ പറഞ്ഞെന്താണെന്ന് അറിയോ? ഹിസാബ് ചെയ്യാനെങ്ങാനും അള്ളാഹു ഉദ്ദേശിച്ചാൽ, ചെയ്യാനെങ്ങാനും ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ ഇറാദത്ത് വന്നു എന്ത്? ഹിസാബ് ചെയ്യണം. എന്നാൽ തീർന്നു അവൻ്റെ കഥ. അയാളുടെ കാര്യം കട്ടപ്പുകയാണ്, അയാളുടെ കാര്യം തീർന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം ഗൗരവമാണ്. അപ്പം ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാന്ന് പറഞ്ഞാൽ, ഹിസാബ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ, അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാന്ന് പറഞ്ഞാൽ എന്താ? ഓരോന്നിങ്ങനെ കീറി മുറിച്ച് ചോദിക്കൂല എന്ന്. മറിച്ച് എന്ത് ചെയ്യും? നമ്മൾ ചെയ്ത നന്മതിന്മകളൊക്കെ എന്ത് ചെയ്യും? ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്ന പോലെ, ഒരു LED സ്ക്രീൻ നമ്മൾ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാം ഒറ്റ അടിക്ക് കണ്ട് തീർന്നു, ഹിസാബ് കഴിഞ്ഞു. അത് നമ്മൾ ചെയ്തതിനെ മുഴുവൻ ഒന്ന് ഇത് ചെയ്യുക, ഒന്ന് വർണ്ണിക്കുക, വിവരിക്കുക. അതാണ് എന്ത് ചെയ്യുക? ചിലപ്പോൾ നമ്മൾ ഈ സ്വപ്നം കാണുന്ന പോലെ സെക്കൻഡിൽ അങ്ങോട്ട് കഴിഞ്ഞു പോകും. അത് കഴിഞ്ഞു എന്ത് ചെയ്യുക? സ്വർഗത്തിലേക്ക് കടക്കും. അതാണ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാന്ന് പറഞ്ഞത്. ഹിസാബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഓരോന്നും ഇങ്ങനെ കീറി മുറിച്ച്, എന്ത് ചെയ്തു, നിന്റെ ആയുസ് എന്ത് ചെയ്തു, സമ്പാദ്യം എന്ത് ചെയ്തു, എവിടുന്ന് സമ്പാദിച്ചു, മക്കളെ എങ്ങനെ വളർത്തി തുടങ്ങിയിട്ടെല്ലാം ചോദിക്കും. അത്തരത്തിൽ ഹിസാബ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. അപ്പോൾ ആയത്തുൽ കുർസി പതിവാക്കിയോളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ 10 വമ്പൻ നേട്ടങ്ങൾ ഒരാൾ ഈ ഒരു 10 തവണ ആയത്തുൽ കുർസി പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടമാണ്. ഇനി ആയത്തുൽ കുർസി എല്ലാ നിസ്കാര ശേഷം ഓതാൻ ഒരാൾക്ക് അവസരം കിട്ടി, എല്ലാ നിസ്കാര ശേഷം ഓതി ഓരോ തവണ. എന്നാൽ അയാളുടെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള തടസ്സം മരണം മാത്രം. അയാൾ മരിച്ചാൽ ഡയറക്റ്റ് സ്വർഗത്തിലാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി ഓതിക്കൂടെ ഇൻഷാ അല്ലാഹ്? ഓതാൻ അറിയില്ല എല്ലാവർക്കും? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوذه حفظهما وهو العلي العظيم صدق الله العظيم. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. വീഡിയോ മുഴുവൻ കണ്ടവർ കമൻറ്റായി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഷെയർ ചെയ്ത് കാരണം ആരെങ്കിലും ഒരാൾ ചെയ്തു ജീവിതത്തിൽ, എന്നാൽ അതിൻ്റെ ഫലം കൂടി നമുക്ക് കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.